അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിൽ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ അവിടുന്ന് നേരെ പാർക്കിലോട്ടാണ് പോയത്. നിവിക്ക് പാർക്കിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു പ്രശ്നം, അവൾ അവിടെ കയറി കഴിഞ്ഞാൽ ഇറങ്ങില്ല. അവൾക്ക് ഇഷ്ടമുള്ള റൈഡിലെല്ലാം അവൾ ഓടി നടന്ന് കയറി. പിന്നെ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ടിട്ടാട്ടോ നമ്മൾ അവളെ അവിടെ നിന്ന് ഇറക്കിയത്. അവിടുന്ന് ഇറങ്ങിയതും ആൾ ഐസ്ക്രീമിന് വേണ്ടി വഴക്ക് തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും ഓരോ ഐസ്ക്രീം മേടിച്ചു. നന്ദൂട്ടൻ ഒരു ഐസ്ക്രീമിൻ്റെ കോണാട്ടോ മേടിച്ചു കൊടുത്തത്. അവളറിഞ്ഞില്ല നമ്മളവളെ പറ്റിക്കുവാന്ന്. എന്നാലും ആൾ ഹാപ്പിയായിരുന്നു. അങ്ങനെ കുറച്ച് ഞങ്ങൾ അവിടെയൊക്കെ നടന്നു. അപ്പോഴത്തേക്ക് നിവി മൂഡ് ഓഫ് ആയി. അമ്മയെ കാലുവേദന എടുക്കുന്നു, നമുക്ക് വീട്ടിൽ പോകാവുന്നതായി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധിക നേരം നിന്നില്ല കേട്ടോ. പക്ഷേ സന്ധ്യ ആയപ്പോഴത്തേന് അവിടെ എല്ലാം ലൈറ്റ് ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓട്ടോയിലാണ് നേരെ ബോട്ടിയേട്ടിൽ പോയത്. അങ്ങനെ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലെത്തി. അപ്പോൾ അവിടെ എല്ലാ ട്രീസും ലൈറ്റൊക്കെ ഇട്ട് നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാവും കൊച്ചി നഗരം 2025 വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുവാന്ന്. ഒത്തിരി പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് നേരെ റൂമിലോട്ട് മടങ്ങി. ബൈ.